May God's name be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. I'm very privileged and grateful and thankful to my God who enabled me to stand in front of you all. നിങ്ങളുടെ മുമ്പാകെ ദൈവവചനവുമായി നിൽക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിലൂടെ ആക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Before entering to the passage, let me give me a short introduction about myself and the testimony that I had in BBI. ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. My name is John Ruben. എൻ്റെ പേര് ജോൺ റൂബൻ എന്നാണ്. I'm from the neighboring state, Tamil Nadu. ഞാൻ തമിഴ്നാടുവിൽ നിന്നാണ് വരുന്നത്. I born and brought up in a Christian family. My father is an evangelist. ഞാൻ ജനിച്ച് വളർന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. And once we as a family we went to a family meeting. ഞങ്ങൾ കുടുംബമായി ഒരു കുടുംബ പ്രാർത്ഥനയിലേക്ക് പോകാനായിട്ട് ഇടയായി. There I realized my sins and I accepted my Savior. അവിടെ വെച്ചാണ് ഞാൻ ഒരു പാപിയാണെന്നും ഞാൻ കർത്താവിനെ രക്ഷകനായിട്ടും സ്വീകരിച്ചത്. And after 2 years I baptized in my assembly. അതിന് 2 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സഭയിൽ തന്നെ സ്നാനപ്പെടുകയുണ്ടായി. Since that, still now I am having fellowship with assembly there and here also. ആ സമയം മുതൽ ആ സഭയിലും ഇവിടെയുള്ള സഭകളിലും കൂട്ടായ്മ ആചരിച്ചു പോകുന്നു. And I have this year I came to BBI for CTH course. ഞാൻ ഈ വർഷം ഒരു CTH കോഴ്സിനായിട്ടാണ് BBIയിലേക്ക് കടന്നു വന്നത്. And the 1 year has finished. ആ ഒരു വർഷം തീർന്നു. This coming 21 I am going to graduate. 21-ാം തീയതി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ പോവുകയാണ്. I am inviting you all for coming to the graduation and participate and encourage us in that. നിങ്ങൾ എല്ലാവരെയും ആ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. We are anticipating for your coming. നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. So now I like to turn your attention to 1 Thessalonians chapter 5 verse 23. നിങ്ങളുടെ ശ്രദ്ധയെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് തിരിക്കുന്നു. Now may the God of peace himself sanctify you completely, and may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Praise to be God. ദൈവത്തിന് മഹത്വം. This verse it was written to the church of Thessalonians, written by Paul. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം തെസ്സലോനിക്ക സഭയ്ക്കാണ് എഴുതുന്നത്. He is writing a very important thing to them. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് എഴുതുന്നത്. It's even very important to us. അത് നമുക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. This verse holds one of the very important theological view in it. ഇത് ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. That is the trichotomy of man or threefold beingness of man. അവിടെ മനുഷ്യന്റെ 3 ഘടകങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. That was written in this verse very clearly: spirit, soul and body. അത് നമുക്ക് ഇങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്: ആത്മാവും പ്രാണനും ദേഹവും. Man or us we are created as this threefold, that is spirit, soul and body. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ്, അതായത് ആത്മാവും പ്രാണനും ദേഹവും. When God created man in Genesis, ഉൽപ്പത്തിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ God created him in his own likeness. We know that. അത് ദൈവത്തിന്റെ സാദൃശ്യപ്രകാരമാണ് ദൈവം സൃഷ്ടിച്ചത്. What is that image of God in man? എന്താണ് ദൈവത്തിന്റെ മനുഷ്യന്റെ ദൈവ സാദൃശ്യം? That is there are many image of God. There are many views about this, and this is the one of the important view that God created man in a threefold being. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തെ കുറിച്ച് കുറെ കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ ഒന്നാണ് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നത്. God is a God who exists in a 3 personalities. ദൈവം 3 വ്യക്തിത്വങ്ങളിലായിട്ടാണ് ഉള്ളത്: Father, Son and the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. And God, the same God, created man in his own likeness. That is the threefold being. That is spirit, soul and body. ആ ത്രിയേക ദൈവ ആ ഒരു രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഘടകങ്ങളായിട്ട്: ആത്മാവ്, പ്രാണൻ, ദേഹം. Everyone sitting here has this threefold beingness. We have spirit, we have soul and we have body. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ 3 ഘടകങ്ങളുണ്ട്. So let me come to my point in this verse. ഞാൻ ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. This verse says, sanctify you completely, may your whole spirit and soul be preserved blameless. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ.
This verse says, sanctify your soul, your body and your spirit. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും വിശുദ്ധീകരിക്കട്ടെ. The word sanctify means this not just happen in 1 second or once in our life. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായിട്ട് നടക്കുന്ന ഒന്നല്ല. But it is a process that continues still. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. We justified when we believe in Lord Jesus Christ. നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ് നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. That is the thing that happened once in our life. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായിട്ട് നടക്കുന്ന ഒന്നാണ്. But the process of sanctification happens daily in our life. എന്നാൽ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. In other words, it should happen in our life daily. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കേണ്ടുന്ന ഒന്നാണ്. Paul says to believers, you should be preserved not in your body, not in your soul, not in your spirit, but your whole spirit and soul and body should be preserved. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എല്ലാം സൂക്ഷിക്കണം. That is for what we preserved our body and soul and spirit. എന്തിനാണ് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും എല്ലാം കാക്കപ്പെടേണ്ടത്? Every believer was anticipating for the coming of our Lord and Savior Jesus Christ. എല്ലാ വിശ്വാസികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുകയാണ്. We should be preserve ourselves for the coming of our Lord and Savior Jesus Christ. നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയാണ്. When he comes, we should be stand before him, be preserved. എപ്പോഴാണോ കർത്താവ് വരുന്നത് അപ്പോൾ നാം ഓരോരുത്തരും ആ കർത്താവിന് മുമ്പിൽ കാക്കപ്പെട്ടവരായിട്ട് നിൽക്കേണ്ടതാണ്. And one more thing, if we see, Paul doesn't said that you sanctify yourself. ഇവിടെ പൗലോസ് ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. But he says, എന്നാൽ ഇവിടെ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, may the God of peace himself sanctify you. ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. The word God of peace is very important here. ഇവിടെ സമാധാനത്തിന്റെ ദൈവം, അത് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. There are many names of God in Bible. ദൈവത്തിന് പല നാമങ്ങളും ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. But in this verse Paul used the specific name of God. Why? എന്നാൽ ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന സമാധാനത്തിന്റെ ദൈവം എന്നാണ്. എന്തിനാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? Because when we should sanctify ourselves by God, എപ്പോഴാണോ ദൈവത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നത്, we should have the peace with our God. ആ സമയത്ത് നമുക്ക് ദൈവത്തോട് സമാധാനം ആവശ്യമാണ്. The God of peace is the only one person can sanctify us in our daily life. സമാധാനത്തിന്റെ ദൈവത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എല്ലാ ദിവസവും. We can't sanctify ourselves. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. One who justifies us, he only can sanctify us. നമ്മെ നീതീകരിച്ച ദൈവത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കുവാനും കഴിയുകയുള്ളൂ. How we can sanctify ourselves by the God of peace? എങ്ങനെയാണ് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് ദൈവത്താൽ? As we heard in a thought that brother Abin shared, നാം ചിന്തയിൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി, we were saved by our faith. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താലാണ്. But how we can sanctify ourselves? നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയുന്നത്? That is by the relationship between us and our God. അത് ദൈവവും നാമും തമ്മിലുള്ള ബന്ധം മുഖാന്തരമാണ്. If we have the good relationship, നമുക്ക് നല്ലൊരു ബന്ധം ദൈവത്തോട് കൂടെ ഉണ്ടെങ്കിൽ God will sanctify us in our daily life. ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയാകും. We are not super beings who can't do sin in this world. We are in the flesh, the body of sin. നാം വളരെ പ്രത്യേകതയുള്ള മനുഷ്യരല്ല. നമ്മുടെ ജീവിതത്തിലും പാപങ്ങൾ വന്നു പോകാം. Everybody does sin in this world, daily life. ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും പാപം ചെയ്യുന്നവരാണ്. But the sanctification happens daily is the thing that attach us with God. ഈ ശുദ്ധീകരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. കാരണം എന്തെന്നാൽ ഈ ശുദ്ധീകരണമാണ് ദൈവത്തോട് നമ്മെ വീണ്ടും ചേർക്കുന്നത്. Let me conclude my this short message this way. ഞാൻ ഇങ്ങനെ എൻ്റെ ഈ ഒരു സന്ദേശം അവസാനിപ്പിക്കട്ടെ. Our soul, our spirit, our body, നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം should be preserved, കാക്കപ്പെടണം, or should be sanctified, അത് ശുദ്ധീകരിക്കപ്പെടണം by the God of peace. അത് സമാധാനത്തിന്റെ ദൈവത്താൽ തന്നെ. When we have peace with our God. അത് നമുക്ക് എപ്പോഴാണോ ദൈവത്തോട് സമാധാനം ഉണ്ടായിരിക്കുന്നത് അപ്പോഴാണ്.
May the God of peace സമാധാനത്തിന്റെ ദൈവം may sanctify us ആ ദൈവം നമ്മെ ഓരോരുത്തരും ശുദ്ധീകരിക്കുമാറാകട്ടെ in our daily life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. Thanks for this wonderful opportunity that this assembly given to me. ഈ ഒരു അവസരം സഭ എനിക്ക് നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. His name be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.